നമസ്കാരം. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് എവർക്കും സ്വാഗതം. പ്രഫാസ് വചനമോടാണ്. നമുക്ക് ഇന്ന് 2 വീടുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതും നമുക്ക് കഴക്കൂട്ടം ആക്കുളത്തിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ്. ഈ ഒരു വീടാണ് 1550 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു വീട്. കൂടാതെ തന്നെ മറ്റൊരു വീട്, ഈ ഒരു വീടും. ഈ 2 വീടുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ 2 ഗേറ്റുകളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഗേറ്റ് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഗേറ്റ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്പേസ് കൂടി ലഭിക്കുന്നു. നമുക്ക് ഈ ഒരു ഭാഗത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോർപ്പറേഷന്റെ പൈപ്പ് കണക്ഷനാണ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഒതുങ്ങിയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നു. അതുപോലെ നമുക്ക് ഫ്രണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് തേക്കിൽ തീർത്തിട്ടുള്ള ഒരു വുഡാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ ഡോറിൽ വരുന്നത്. നല്ലൊരു ഡിസൈനിലുള്ള ഒരു ഡോർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു വീട് എന്ന് പറയുന്നത് ആക്കുളത്ത് നിന്ന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വീടിന്റെ തൊട്ടടുത്തായിട്ടാണ് കുന്ന് ഹൈപ്പർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഫോസിസിലേക്ക് പോകാൻ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ലുലു മാള്, ടെക്നോ പാർക്ക് എന്നിവയെല്ലാം നമ്മുടെ ഈ ഒരു വീടിന്റെ തൊട്ട് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് 1550 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. കൂടാതെ തന്നെ 4.2 സെന്റിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഹാള്, ഒരു കിച്ചൺ, ഒരു സിറ്റ് ഔട്ട്, 3 ബെഡ്റൂം ഇങ്ങനെയാണ് വരുന്നത്. ഒരു ബെഡ്റൂം താഴെയും 2 ബെഡ്റൂമും മുകളിലായിട്ടുമാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു വീടിൽ ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് ക്വാളിറ്റി ടൈൽസാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട്, വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു മിറർ ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള വെളിച്ചം, ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു ഗ്ലാസ് വിൻഡോയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് മുകൾ ഭാഗത്ത് വരുന്നത് ഗ്ലാസിൻ്റെ വിൻഡോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നു.
സ്പേസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു വാഷ് സ്പേസ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഒരു ടച്ച് മിറർ ഗ്ലാസ് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ കാണാനായിട്ട് കഴിയുന്നു. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് കൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു അലമാര ഇവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് നല്ല ഡിസൈനിലുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലും വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസിൻ്റെ ടൈൽസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. നമ്മുടെ ഈ ഒരു ബാത്റൂം സൈഡിലെല്ലാം സെറയുടെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചൺ സെറ്റാണ് നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് അങ്ങനെ ഒതുങ്ങിയിട്ടുള്ളൊരു കിച്ചൺ ആണെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. കൂടാതെ തന്നെ ഇവിടെ നമുക്ക് സെറയുടെ മെറ്റീരിയൽസ് ആണ് ഇവിടെ പൈപ്പ് കണക്ഷനിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പാത്രങ്ങൾ, സ്പൂണ് എന്നിവയൊക്കെ എല്ലാം വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ലഭിക്കുന്നു. കൂടാതെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ എല്ലാം വെക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള മറ്റൊരു സ്പേസും നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനിയാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ ഭാഗത്തുള്ളത്. ഈ ഒരു കിച്ചൺ സൈഡിനോട് ചേർന്ന് നല്ലൊരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ഒതുങ്ങിയിട്ടുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള സ്പേസാണ് ഈ ഒരു സ്പേസ്. നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ബെഡ്റൂം വരുന്നു. ഒരു ഭാഗത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളർ പെയിൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു നല്ല ഒരു വലിയൊരു അലമാരയാണ്. കൂടാതെ ഈ ഒരു ഫ്ലോറിൽ നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള 2ാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് ടൈൽസ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തൊരു മിറർ വരുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള ലൈറ്റ് വരാൻ കഴിയത്തക്ക രീതിയിലുള്ളൊരു വിൻഡോ ഗ്ലാസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു റൂമിനോട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ലൈറ്റ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നു. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു അലമാര ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ റൂമിന് നല്ലൊരു അലമാര ലഭിക്കുന്നു.
വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഒതുങ്ങിയിട്ടുള്ള ഒരു ബാൽക്കണി സൈഡ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.